ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക കൊണ്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ കോവക്ക ഉപയോഗിച്ചിട്ട് തോരനും പിന്നെ മെഴുക്ക് പുരട്ടിയെല്ലാം ഉണ്ടാക്കാറില്ലേ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് വെച്ചതാണിത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒന്ന് നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 4 ഭാഗങ്ങളായിട്ട് ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട. കണ്ടില്ലേ, ഒരു 1/4 ഭാഗത്തോളം ഒരു സ്ലിറ്റ് പോലെ ഇങ്ങനെ കൊടുത്താൽ മതി. ഒരു 4 ഭാഗങ്ങളാക്കിയിട്ട് 4 ആയിട്ട് ഇങ്ങനെ ഒരു കട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കോവക്ക ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കോവക്ക കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ നമ്മൾ ഉപ്പേരിക്കും മെഴുക്ക് പുരട്ടിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കില്ലേ, അതുപോലെ കട്ട് ചെയ്യണ്ട. ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കോവക്ക എടുക്കുമ്പോൾ എപ്പോഴും അധികം പഴുത്ത കോവക്ക എടുക്കാതെ നോക്കണം. കുറച്ച് കട്ടിയുള്ള കോവക്ക ആകുമ്പോഴാണ് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റുക. അപ്പോൾ എല്ലാ കോവക്കയും ഇതുപോലെ 4 സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ സ്ലിറ്റാക്കി ഇട്ടിട്ട് കൊടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. മുളക് ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വറ്റൽമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. എനിക്ക് 3 വറ്റൽമുളക് ചേർത്തപ്പോൾ പാകത്തിലുള്ള എരിവായിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഒന്ന് വഴച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയാണ്. ഫുൾ മല്ലിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മല്ലി ചേർത്തിട്ട് കുറച്ച് സമയം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 സവാളയാണ്. സവാള ചേർക്കുമ്പോൾ അധികം ചെറുതായിട്ട് അരിയണമെന്നില്ല. ഇതുപോലെ കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ടും ഇത് സവാളയും കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ സവാളയും മല്ലിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വെക്കണം. തണുക്കാനായിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇടാം. ഇനി നമുക്ക് കോവക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്ക ചേർക്കാം. കോവക്ക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
ഇതിനെ അടച്ചു വെച്ചിട്ടൊരു 10-12 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണല്ലോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും മല്ലിയും ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. 5 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. തീരെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോവക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കോവക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം വഴറ്റിയെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് കോവക്കയിൽ പിടിച്ചു വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിൽ തീരെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഇത് വഴറ്റിയെടുക്കണം. മസാല നന്നായിട്ട് കോവക്കയിൽ പിടിച്ചു വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കോവക്കയിൽ നന്നായിട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സാധാരണ നമ്മൾ കോവക്ക ഉപയോഗിച്ചിട്ട് തോരനും മെഴുക്കുവരട്ടൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇതൊരു കുറച്ച് വെറൈറ്റി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു സ്പൈസിയാണ്. 3 പച്ചമുളക് ഇടുമ്പോൾ തന്നെ നല്ല എരിവുണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചൂട് ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കും. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.